സുധി ആ ടാർപ്പായിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. എന്നിട്ട് പുറത്ത് വെച്ച നിധിയുടെ ബാഗ് എടുത്തിട്ട് ടാർപ്പായലാക്കിയിട്ട് തിരിച്ച് പുറത്തോട്ട് തന്നെ വന്നിട്ട് വണ്ടിയിൽ കൊണ്ടുവെക്കും. അച്ഛനും അമ്മയൊക്കെ തിരിച്ചു വന്നപ്പോൾ ചോദിക്കും, എല്ലാവരും ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കും. ചേച്ചി പറയും, നിധിയൊന്നും കഴിച്ചിട്ടില്ല, നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ കൂടെ കഴിക്കണം എന്ന് അവൾ പറഞ്ഞു എന്ന് പറയും. അച്ഛൻ പറയും, ഞങ്ങൾ സൂര്യയുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അവന് രാവിലത്തെ കാര്യത്തിൽ വിഷമം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, പക്ഷെ അവനെ നല്ല സ്നേഹത്തോടെ ഞങ്ങളോട് പെരുമാറിയത്. നിധിയോട് അച്ഛൻ പറയും, വാ ഫുഡ് കഴിക്കാമെന്ന് പറയും. നിധി പറയും, വേണ്ട വിശപ്പില്ല എന്നൊക്കെ പറയും. അച്ഛൻ പക്ഷേ വിട്ടില്ല. അച്ഛൻ പറയും, പട്ടിണി എടുക്കാനൊന്നും പറ്റില്ല, വാന്ന് പറഞ്ഞിട്ട് നിധിക്ക് വാരി കൊടുക്കുകയാണ്. ആ സമയത്ത് നിധി വിഷമം വന്ന് കരയുമ്പോൾ അച്ഛൻ പറയും, എന്താ മോളെ, കല്യാണം കഴിഞ്ഞാലും ഒരു വിളിപ്പുറത്ത് അച്ഛനുണ്ടാവും. അച്ഛൻ മോളുടെ നല്ലത് മാത്രമല്ലേ ആഗ്രഹിച്ചുള്ളൂ, മോൾക്കത് പിന്നെ മനസ്സിലാവും. രാത്രി സുധി നിധിയെ വിളിച്ചിട്ട് പറയും, എല്ലാവരും ഉറങ്ങിയെന്ന് കണ്ട അപ്പം ഇറങ്ങിക്കോണം, പിന്നെ CCTV ഓഫാക്കാൻ മറക്കരുത്. നിധി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അമ്മയുടെ അച്ഛൻ്റെ റൂമിൽ പോയിട്ട് അവരെയൊക്കെ ഒന്ന് കാണുകയാണ്. അതിനുശേഷം അവൾ ഒരു കത്ത് എഴുതി വയ്ക്കും. അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ വീട് വിട്ട് പോവുകയാണെന്ന്. വീട് വിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴും നിധിയുടെ മനസ്സിൽ മുഴുവൻ അച്ഛനും അമ്മയും തന്ന സ്നേഹമാണ്. പഴയ ഓരോ കാര്യങ്ങളും നിധിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. നിധി പുറത്തിറങ്ങുമ്പോഴും നിധിക്ക് ഭയങ്കര വിഷമമാണ്. സുധിയുടെ കൂടെ ജീപ്പിൽ കയറുമ്പോൾ സുധി പറയും, ഇയാളിങ്ങനെ കരയാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ വരണ്ട, രാത്രി വല്ല ചെക്കിങ്ങിലും കുടിക്കാൻ ഈ കരച്ചിൽ കണ്ടാൽ മതി നമ്മുടെ യാത്ര കുളവാൻ. നിധിയോട് പറയും, ഫോണിലെ സിം എടുത്ത് ഒഴിവാക്ക്, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് വെച്ച് അവർ കണ്ടുപിടിക്കുമെന്ന് പറയും. നിധി ഫോണിലെ സിം ഒഴിവാക്കാൻ നേരത്ത് സൂര്യ അതിലേക്ക് കോള് വിളിക്കുകയാണ്. നിധി പറയും, അവനോട് അവസാനമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം. സുധി അതൊന്നും വേണ്ടാന്നൊക്കെ പറയും, പക്ഷെ നിധി പറയും അത് നിർബന്ധമാണെന്ന് പറയും. കോള് കട്ടാവുന്നത് കാണുമ്പോൾ സുധിക്ക് സന്തോഷമാവും. നിധി പറയും, അവൻ ഇതുകൊണ്ടൊന്നും നിർത്തില്ല, നോക്കിക്കോ. രാത്രി 1:30 എന്നിട്ട് അവൻ വിളിക്കുന്നത് കണ്ടില്ലേ. സൂര്യ പിന്നെയും വിളിക്കുമ്പോൾ നിധി ഫോൺ എടുക്കും. സൂര്യ വലിയ സന്തോഷത്തോടെ നിധിയോട് വയ്ക്കും, നിധി ഉറങ്ങിയോ? നിധി സൂര്യയോട് പറയും, ഉറങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഫോൺ എടുക്കോടാ വിഡ്ഢി. പിന്നെ അങ്ങോട്ട് നിധി സൂര്യയെ ഫോണിൽ നിർത്തി പൊരിക്കുകയാണ്. ഇടയ്ക്ക് അറിയാതെ സുധി സന്തോഷത്തിൽ ഒന്ന് ഹോൺ അടിച്ചു. അത് കേട്ടിട്ട് സൂര്യ വയ്ക്കേ, നീ എന്താ പുറത്താണോ നോക്കും. നിധി പറയും, അതെ ഞാൻ പുറത്താണ്, ഇനി എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടണ്ട, നീ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെന്നുള്ള രീതിയിലല്ലേ ഒക്കെ ചെയ്യുന്നത്, ഇന്നത്തോടെ അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയും. കോള് കഴിഞ്ഞ ശേഷം നിധി ഫോണിലെ സിം എടുത്ത് കളയാണ്. സുധിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്. സുധി പറയും, ഈശ്വര ഈ രാത്രി ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നതാവോ. സൂര്യ ആ സമയത്ത് അരുണിനെ ഫോൺ വിളിക്കുകയാണ്. അരുണിനോട് പറയും, നിങ്ങളുടെ പെങ്ങളെ എന്നെ എത്രമാത്രം അപമാനിച്ചെന്നറിയോ, അവൾ വീട്ടിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കോള് വിളിക്കുന്ന സമയത്ത് ഒരു വണ്ടിയുടെ ഹോൺ ഞാൻ കേട്ടിരുന്നു. അവളുടെ റൂമിൽ പോയിട്ട് അവൾക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറയും. ചേച്ചി പറയും, ഇയാളെന്താ ആരും ഉറങ്ങാൻ സമ്മതിക്കില്ലേ. അരുൺ പറയും, ഏതായാലും ഞാൻ അവളുടെ റൂം വരെ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറയും. ചേച്ചി പറയും, എങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറയും. അവർ റൂമിൽ പോയി നോക്കുമ്പോൾ നിധിയെ കാണില്ല. അരുൺ വേഗം അച്ഛാന്ന് വിളിച്ചിട്ട് അച്ഛൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് പോകും. ചേച്ചി റൂമിൽ നിൽക്കുമ്പോൾ നിധി എഴുതിയ കത്ത് അവിടെ കാണും. ചേച്ചി ആ കത്തെടുത്ത് വായിക്കുകയാണ്.